തരൂര് നമ്മൾ കാണേണ്ട കാര്യം, തരൂർ വലിയൊരു പദവിയിരുന്ന ആളാണ്. അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്നു, ജയിക്കുന്നു, അദ്ദേഹത്തെ മന്ത്രിയാക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന് വീണ്ടും ഒരു കസേര കിട്ടുന്നു. ഒരു കസേരയിൽ നിന്ന് അടുത്ത കസേരയിലേക്ക്. അധിക രാഷ്ട്രീയ പ്രവർത്തനവും നടത്തിയിട്ടില്ല. വരുന്നു, മത്സരിക്കുന്നു, ആളുകൾ അദ്ദേഹത്തെ വീരാരാധനയോടെ വിജയിപ്പിക്കുന്നു. പണിയെടുത്തിട്ടൊന്നുമല്ല. അത് നമ്മൾ കാണണം. കോൺഗ്രസിൻ്റെ തന്നെ ചരിത്രം നിങ്ങൾ എടുത്ത് നോക്കുക. അതങ്ങനെ പണിയെടുത്ത് ജയിച്ചിട്ടുള്ളൊരു പാർട്ടിയല്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ മുതൽ ഇങ്ങോട്ട് അധികാരത്തിലേ ഇരുന്നു. ഇപ്പോഴാണ് അധികാരം 2-3 തവണ അടുപ്പിച്ച് പോകാൻ തുടങ്ങിയത്. അപ്പോൾ പണിയെടുത്ത് തിരിച്ചു വരിക എന്നുള്ളത് അതിൻ്റെ ജീനിലുള്ള കാര്യമല്ല. അതിനറിയത്തില്ല എങ്ങനെ പണിയെടുക്കേണ്ടതെന്ന്. എന്താ ചെയ്യേണ്ടത്? സമരം സംഘടിപ്പിക്കണോ, അതോ ഇനിയിപ്പോൾ രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കണോ? അതിന് ഒരു വ്യക്തതയില്ല. നമ്മൾ ആർക്കെതിരെ എന്ത് സംസാരിക്കണം, നമ്മുടെ പൊളിറ്റിക്സ് എന്താണ്, ഇതൊന്നും അറിയാത്തതുകൊണ്ടാണ് ഇപ്പോഴും അതിന് ഗതി പിടിക്കാൻ പറ്റാത്തത്. അതിന് ക്ലാരിറ്റി ഉണ്ടായി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രിയങ്ക ഖാർഗെ പോലുള്ള ആൾക്കാർ സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ പണിയെടുത്ത് അധികാരത്തിൽ വരിക, ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുക, ജനങ്ങളുടെ പ്രശ്നങ്ങൾ എടുക്കുക. അങ്ങനെ സംസ്കാരമില്ലാത്തൊരു പാർട്ടിയിൽ UN ഉന്നത പദവിയിൽ നിന്ന് ഇറങ്ങി വന്ന ഒരാൾ സ്വാഭാവികമായും ജയിച്ചു പോയ കസേര കിട്ടി. ഇപ്പോൾ കസേരയില്ല. അപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് എനിക്ക് ഇനിയും വേണ്ടത് അധികാരത്തിലിരിക്കുന്ന എന്നെ ആരാധിക്കുന്ന ജനക്കൂട്ടത്തെയാണ് അദ്ദേഹം എപ്പോഴും സ്വപ്നം കാണുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം നോക്കുമ്പോൾ ഇനി വേണ്ടത് എന്താണ്? ദേശീയ തലത്തിൽ അധികാരത്തിൻ്റെ സാധ്യതകൾ മങ്ങുകയാണ്. കേരളത്തിലാണെങ്കിൽ ഇനി തിരിച്ചുവരവിന് ലീഡർഷിപ്പിൻ്റെ ഇഷ്യൂ കൊണ്ട് തോറ്റുപോയി എന്നൊക്കെ ഒരു വിഭാഗം ആൾക്കാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ കേരളത്തിലെ കോൺഗ്രസിനെ കുറിച്ച്. അപ്പോൾ ഞാൻ അതിൻ്റെ മുന്നിൽ നിന്നാൽ എനിക്ക് വലിയ സ്വീകാര്യതയുണ്ട്. എന്നെ മുന്നിൽ നിർത്തൂ, എന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാക്കൂ, ഇനി ഒരു ഘട്ടം കൂടെ കഴിഞ്ഞ് എന്നെ മുഖ്യമന്ത്രിയാക്കൂ എന്നൊക്കെയാണ് അദ്ദേഹം പറയാൻ ശ്രമിക്കുന്നത്. നിങ്ങൾ എനിക്ക് ആ ഓഫർ തരുന്നില്ലെങ്കിൽ ഞാൻ എൻ്റെ പാർട്ടിന് പോകുന്ന സമ്മർദ്ദം ഉണ്ടാക്കുകയാണ്. ഇതൊരു തരം സമ്മർദ്ദം കൊടുക്കുകയാണ് കോൺഗ്രസ്സിന്. അദ്ദേഹം ഒരു ഡിമാൻഡ് മുന്നിൽ വെച്ചിട്ട് ഒരു സമ്മർദ്ദം എടുക്കുകയാണ്. ഞാൻ പഹൽഗാമുമായി ബന്ധപ്പെട്ട് തുറന്നു വന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ ഇന്ത്യയുടെ പ്രചാരകൻ, അതും കഴിഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ മോദിയുടെ പ്രചാരകനായി മാറും. നിങ്ങളുടെ പഴയ ഇപ്പോൾ അടിയന്തരാവസ്ഥയുടെ 50ാം വാർഷിക വർഷത്തിലൂടെ കടന്നു പോവുകയാണ്. BJP രാജ്യമൊട്ടാകെ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് അടിയന്തരാവസ്ഥ ഉണ്ടാക്കിയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ക്യാമ്പയിൻ്റെ പാർട്ടാവുകയാണ് അദ്ദേഹം. എന്നിട്ട് അദ്ദേഹം പറയാണ്, എന്നൊരു സർവേയും കൂടെ പങ്കുവയ്ക്കുന്നു. ആ സർവേയുടെ പിന്നാമ്പുറം പരിശോധിച്ച് നോക്കണം. ഇപ്പോൾ തന്നെ കോൺഗ്രസ് സൈബർ പേജുകളിലൊക്കെ തന്നെ സർവേ അദ്ദേഹത്തിന് തന്നെ എന്താ പറയുക, ആളുകളിൽ നിന്നും അദ്ദേഹത്തിൻ്റെ തന്നെ സംവിധാനത്തിനകത്ത് നിന്ന് വന്നിരിക്കുന്ന സർവേ ആണെന്നുള്ളതിൻ്റെ ഡിസെക്ഷൻ നോട്ടൊക്കെ പുറത്ത് ആദ്യത്തെ സർവേ ആദ്യത്തെ സംഭവമാണത്. വേറെ സർവേ നടത്തിയിട്ടില്ല. 3 മാസം മുമ്പ് രൂപീകരിച്ച വെബ്സൈറ്റാണ്. അതാ, ഒരു പ്രൊഫഷണൽ സംവിധാനമല്ല, ഇതിനു വേണ്ടി ഉണ്ടാക്കിയതാണെന്നാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഒന്ന്, എന്നെ നിങ്ങൾ മുഖ്യമന്ത്രിയാക്കാനുള്ള ഉറപ്പ് തരുമോ, ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ പാട്ടിന് പോകുന്നുള്ള സന്ദേശം. അപ്പോൾ അദ്ദേഹം നേരത്തെ അജ്യൂസ് പറഞ്ഞല്ലോ, അതായത് ഇനിയിപ്പോൾ ഒരു പൊളിറ്റിക്കൽ അല്ലാത്തൊരു പരിപാടിയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നത്. നേരത്തെ നമ്മൾ വാർത്തകൾ കേട്ടു, BJP അദ്ദേഹത്തെ ഇൻ്റർനാഷണൽ കമ്മ്യൂണിക്കേഷനുമായി ബന്ധപ്പെട്ട എന്തൊരു ഒഫീഷ്യലിൻ്റെ ചുമതലയിലേക്ക് ഏൽപ്പിക്കാനുള്ള ചില ആലോചനയിലാണ്. അതിൻ്റെ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നു എന്നാണ്. ഒരു കാര്യം ഉറപ്പാണ്, അദ്ദേഹത്തിന് BJPയുമായി ചേരാനുള്ള എല്ലാ വിടവുകളും ഇല്ലാതായി കഴിഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ അടിയന്തരാവസ്ഥയെക്കുറിച്ച് ലേഖനം എഴുതുന്ന ആൾ ഇപ്പോൾ നാം അനുഭവിക്കുന്ന പൗരാവകാശ നിഷേധങ്ങളെക്കുറിച്ച് ഒരു വേദനയുമില്ലാത്ത ആളായി മാറിയിരിക്കുന്നു. എന്നു മാത്രവുമല്ല, പഹൽഗാമിൽ ആക്രമണം നടത്തിയ 4 ഭീകരർ എവിടെ പോയി എന്ന് ചോദിക്കാൻ കഴിയാത്ത ആളായിരിക്കുന്നു. സെക്യൂരിറ്റി ലാപ്സിനെക്കുറിച്ച്, IB വീഴ്ചയെക്കുറിച്ച് ഒന്നും ചോദിക്കാൻ കഴിയാത്ത, രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പഴയ അവകാശവാദങ്ങൾ എവിടെയെന്നാണല്ലോ കോൺഗ്രസ്സുകാർ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, അതൊന്നും അദ്ദേഹത്തിന് ചോദിക്കേണ്ട. അപ്പോൾ അദ്ദേഹവും BJPയും തമ്മിലുള്ള അകലം ഏതാണ്ട് ഇല്ലാതായി കഴിഞ്ഞു. ഇനി മെമ്പർഷിപ്പിൻ്റെ അകലം മാത്രമേ ഉള്ളതാണ് നമ്മളിത് കാണുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം. ഒന്ന് വസ്തുതയാണ്, അദ്ദേഹം എഴുതിയിട്ടുള്ള ലേഖനം കോൺഗ്രസിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ കാലഘട്ടത്തെക്കുറിച്ചുള്ള എഴുത്താണ്. സഞ്ജയ് ഗാന്ധിയെക്കുറിച്ച് എല്ലാവരും ഓർക്കേണ്ടതും പറയേണ്ടതുമാണ്. ആ ഓർമ്മയിൽ നിന്നുകൊണ്ടാണ് നമുക്കിപ്പോൾ സർക്കാരിനെ കാണാൻ കഴിയും. സഞ്ജയ് ഗാന്ധി മഹാക്രൂരനായ ഒരു മനുഷ്യനായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ മകൻ പ്രത്യേകിച്ച് വലിയ പദവിയൊന്നും ഉണ്ടായില്ല. ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന പ്രിവിലേജ് എടുത്തുകൊണ്ട് 83 ലക്ഷം മനുഷ്യരെയാണ് ഈ പറയുന്ന വന്ധ്യംകരിച്ച് കളഞ്ഞത്. അതിൽ ബഹുഭൂരിപക്ഷം മനുഷ്യരെയും നിർബന്ധിതമായി വന്ധ്യംകരിക്കുകയായിരുന്നു എന്ന് ഷാ കമ്മീഷൻ റിപ്പോർട്ടിൽ പറയുന്നു. വഴിയുന്ന ആൾക്കാരെയൊക്കെ ട്രക്ക് വന്ന് പിടിച്ചുകൊണ്ട് പോവാണ്. ദരിദ്രരായ ആളുകളെ, ദലിതരെ, എതിർത്ത് സംസാരിക്കാൻ കഴിയാത്ത മനുഷ്യരെ, യുവാക്കളെ, എത്ര മനുഷ്യരുടെ സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും ജീവിതമോഹങ്ങൾക്കും മേലെയാണ് അയാൾ വണ്ടി കയറ്റി ഇറക്കിയെന്നറിയാമോ? 83 ലക്ഷം പേര്. പിന്നെ അയാൾക്ക് അന്ന് 66 കോടി എങ്ങാണ്ടേ ആകെയുള്ളൂ പോപ്പുലേഷൻ. അത് തന്നെ കൂടുതലാണെന്ന് ഇയാൾക്ക് തോന്നുകയാണ്. പിന്നെ നമുക്ക് നഗരങ്ങൾക്കൊന്നും സൗന്ദര്യം പോരാന്ന് ഇദ്ദേഹത്തിൻ്റെ രാവിലെ തോന്നുമ്പോൾ ഇദ്ദേഹം ഒരു നഗര സൗന്ദര്യവൽക്കരണ പരിപാടി, അവിടെ നിന്നൊക്കെ ആൾക്കാരെ ഒഴിപ്പിക്കുക, എതിർക്കുന്നവരെ വെടിവെച്ച് കൊല്ലുക, എന്നിട്ട് അവരെ കൊണ്ട് എവിടെയെങ്കിലും തള്ളുക. ഇത് നടന്നാണ് പൗരാവകാശ ലംഘനങ്ങളുടെ, ആളുകളെ ജയിലിൽ അടയ്ക്കുന്നതിൻ്റെ, മാധ്യമങ്ങൾക്ക് സ്വാതന്ത്ര്യം നിഷേധിക്കുന്നതിൻ്റെ, പാവപ്പെട്ടവരെ വെടിവെച്ച് കൊല്ലുന്നതിൻ്റെ, ദരിദ്രരായ മനുഷ്യനെ നിർബന്ധിതമായി കൊണ്ടുപോയി വന്ധ്യംകരിച്ചതിൻ്റെ ഭയാനകമായ ഒരു കാലഘട്ടം കടന്നാണ് നാം വന്നത്. അത് ഓർത്തിരിക്കേണ്ടതാണ്. എനിക്ക് തോന്നുന്നില്ല രാഹുൽ ഗാന്ധി അടക്കമുള്ള ആൾക്കാർക്ക് ആ കാര്യത്തെക്കുറിച്ചുള്ള ന്യായീകരണം ഉണ്ടെന്ന് തോന്നുന്നില്ല. അവരും തള്ളിക്കളയാൻ ആഗ്രഹിക്കുന്ന, ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒന്നാണ്. അതുകൊണ്ട് തരൂർ ഈ പറഞ്ഞത് പാർട്ടിയെ അവമതിക്കാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണെന്നും പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അത് പറയുന്ന തരൂരിനൊരു ബാധ്യതയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുമ്പോൾ എന്തുമാത്രം പൗരാവകാശ ലംഘനം നടക്കുന്നുണ്ട്, എത്ര അക്കാഡമിഷ്യന്മാർ, എത്ര പൗരാവകാശ പ്രവർത്തകർ ജയിലിൽ കിടക്കുന്നുണ്ടെന്നുള്ള കണക്കെടുത്ത് നോക്കാൻ അദ്ദേഹം എല്ലാം ഡേറ്റ പ്രസിദ്ധീകരിക്കുന്നതാണല്ലോ. നോക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നു, അദ്ദേഹം ചെയ്തിട്ടില്ല. അപ്പോൾ തരൂർ ഒരു സമ്മർദ്ദം ഉണ്ടാക്കാൻ ശ്രമിക്കണം. ആ സമ്മർദ്ദത്തിന് ഞാൻ പറയാം, എൻ്റെ അഭിപ്രായം, ആ സമ്മർദ്ദത്തിന് വഴങ്ങേണ്ട കാര്യമേ കോൺഗ്രസ്സിനില്ല. കേരളത്തിലെ കോൺഗ്രസ് ചെറിയ
ചില പ്രശ്നമൊക്കെ ഉണ്ടാക്കുമായിരിക്കും. കാരണം CPM അവിടെ 6 ഏക്കർക്കെതിരെ സമരം നടത്തുമ്പോൾ നിങ്ങളുടെ പ്രധാനപ്പെട്ട നേതാവ് അവിടെ BJP ക്ക് അനുകൂലമായിട്ട് സംസാരിക്കുകയാണല്ലോ എന്നൊക്കെ കേരള പൊളിറ്റിക്സിൽ സംസാരിക്കും. കേരള പൊളിറ്റിക്സിൽ ഈ BJP അനുഭാവം പോലുള്ള സംഗതികൾ വളരെ ആൾക്കാർ ഡീപ്പായിട്ട് അനലൈസ് ചെയ്യുന്നതാണല്ലോ. അതുണ്ടാക്കുമെങ്കിലും തരൂരിനെ സമ്പൂർണ്ണമായും അവഗണിക്കലാണ് കോൺഗ്രസിന് എടുക്കാൻ കഴിയുന്ന സ്ട്രാറ്റജി. തരൂർ ഇറങ്ങിപ്പോയാലും തരൂരിനെ പുറത്താക്കിയിട്ട് രക്തസാക്ഷി പരിവേഷത്തിൽ പോകാൻ അദ്ദേഹം നിൽക്കുകയായിരിക്കും ഒരു പക്ഷേ. അതിന് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. ആദ്യമൊക്കെ KV തോമസിനോട് സ്വീകരിച്ചൊരു സമീപനം മൈൻഡ് ചെയ്യാതിരിക്കുക. അദ്ദേഹം എന്ത് വെച്ചാൽ പറയുമോ, ലേഖനം പ്രസിദ്ധീകരിക്കുകയോ ചെയ്യട്ടെ. കാരണം എന്താ പറയുക, ഞാൻ പറയാൻ കാര്യം അങ്ങനെ മൈൻഡ് ചെയ്യാതിരുന്നത് കൊണ്ട് കോൺഗ്രസിന് ഒരു നഷ്ടവും സംഭവിക്കാൻ പോകുന്നില്ല. കാരണം തരൂർ അദ്ദേഹത്തിൻ്റെ വില സ്വയം ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വയം വില ഇടിക്കുന്ന ഒരു മനുഷ്യൻ നമ്മുടെ PV അൻവറൊക്കെ ഇപ്പോൾ കാണിക്കുന്ന കണ്ടില്ലേ. അൻവറൊക്കെ ഏറ്റവും അവസാനം ചെയ്തുകൊണ്ടിരിക്കുന്ന വൃത്തികളിൽ നിന്ന് നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ സ്വയം വിലയിടിക്കുന്ന മനുഷ്യരെ സ്വയം നിന്ന് ഇടിയാൻ നമ്മൾ സമ്മതിച്ച് മാറി നിന്ന് കൊടുക്കുക. അവർ സ്വയം ഇടിഞ്ഞോളും. കാരണം കേരളത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള പിന്തുണ നേരത്തെ പറഞ്ഞ പോലെ ഒരു വലിയ കസേരയിലിരുന്ന മനുഷ്യൻ ഇവിടെ ഇറങ്ങി വന്ന് കോൺഗ്രസിനൊപ്പം ചേർന്നുകൊണ്ട് ഒരു ഹിന്ദുത്വ ഐഡിയോളജിക്കെതിരെ, മതരാഷ്ട്ര സിദ്ധാന്തത്തിനെതിരെ പോരാടുന്ന ഒരാൾ എന്ന നിലയ്ക്കാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള സപ്പോർട്ട്. അല്ലാതെ തരൂർ കാണാൻ നല്ല രസമുള്ള നീളൻ മുടിയുള്ള നല്ല ഉദ്യോഗസ്ഥനായിരുന്ന ഒരാൾ അദ്ദേഹത്തെ സ്നേഹിച്ച് കളയാം എന്നതിൻ്റെ പേരിലേ അല്ല അദ്ദേഹത്തെ മലയാളി സ്നേഹിക്കുന്നത്. അങ്ങനെ കുറേ വോട്ട് കിട്ടും. അദ്ദേഹം നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ അപ്പർ ക്ലാസ് ഇത് വെച്ച് കിട്ടുന്ന കുറച്ച് വോട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള ഏത് പ്രതിസന്ധിയിലും അദ്ദേഹത്തെ വിജയിപ്പിച്ച മനുഷ്യർ അദ്ദേഹത്തെ വിജയിപ്പിച്ചത് തരൂരിൻ്റെ മുഖസൗന്ദര്യം കണ്ടിട്ടല്ല, അദ്ദേഹത്തിൻ്റെ ആ പൊളിറ്റിക്സിൻ്റെ ആ കൃത്യത എന്ന് ചോർന്നു പോകുന്നു അന്ന് അദ്ദേഹത്തിൻ്റെ പിന്തുണയും ചോരും. അതുകൊണ്ട് കോൺഗ്രസിന് ആത്മവിശ്വാസത്തോടെ ഈ മനുഷ്യനെ അവഗണിക്കാം എന്നാണ് ഞാൻ പറയുക. ഒപ്പമില്ല, ഒപ്പമുണ്ടെങ്കിൽ അദ്ദേഹം കോൺഗ്രസിനകത്ത് നിൽക്കണം, അല്ലെങ്കിൽ പോട്ടെ എന്ന് തീരുമാനിക്കാൻ കഴിയുന്ന കോൺഫിഡൻസ് ലെവലിലേക്ക് കോൺഗ്രസിന് എത്തുന്നൊരു തടസ്സമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.